നിന്റെ മോന്ത പോലെ ലോറി കയറി ഇറങ്ങി മോഹത്താണ് എന്റെ. നിനക്ക് ബിഗ് ബോസിലൊക്കെ കിട്ടിയത് നിന്റെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല കേട്ടാ. ബിഗ് ബോസിൽ സൗന്ദര്യമുള്ളവരാരുണ്ട്? സൗന്ദര്യം ഒന്നും വേണ്ട. അതിനകത്ത് ചെല്ലുന്ന ഏത് പാർട്ടികളാണ്, ഏത് ലെവലിലുള്ള ആൾക്കാരാണെന്നൊക്കെ എനിക്കറിയാം കേട്ടാ. നിങ്ങൾ ആര് മകളവി 10-68 വയസ്സായില്ലേ? വല്ല രാമായണം വായിച്ച് വല്ല മൂലയ്ക്കും പോയിരിക്കാണ്ട് സോഷ്യൽ മീഡിയയിലും തുറന്നു വെച്ച അങ്ങ് അറങ്ങേക്കോ അമ്മച്ചി. നിങ്ങൾ ആരുമാണ് നിങ്ങളുടെ വിചാരം? കലാമണ്ഡലം ഒന്നും പേര് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വലിയ എന്തോ കൊമ്പത്തെ ആരോ ആണെന്നുള്ള വല്ല വിചാരം ഉണ്ടെങ്കിൽ അത് മടക്കി കൈ വെച്ചേക്കണം. നിങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിപ്പിൻ്റെ അത് ആദ്യം പോയിട്ട് അതൊന്ന് നന്നാക്ക്. അത് നന്നാക്കാതെ ബാക്കിയുള്ള ആൾക്കാരുടെ നെഞ്ചത്തോട്ട് കയറാൻ കുറച്ചെങ്കിലും ഉളുപ്പുണ്ടാവണം. നിങ്ങൾ അങ്ങോട്ട് എന്താണോ കൊടുക്കുന്നത് അത് മാത്രമേ ഇങ്ങോട്ട് കിട്ടൂ. അല്ലാണ്ട് നാട്ടിലുള്ള ആൾക്കാരെ മൊത്തം കുറ്റം പറഞ്ഞിട്ട് എന്നെ ആരും കുറ്റം പറയാൻ പാടില്ല, എന്നെ എല്ലാവരും നല്ലത് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലതൊക്കെ വിളിച്ച് പറയും ആൾക്കാർ കേട്ടോ. എന്തൊക്കെ അധിക്ഷേപിക്കാം അങ്ങനെ മാക്സിമം. ആള് വലിയ സൗന്ദര്യറാണിയാണോ വിചാരം? കുറച്ച് മുട്ടിയുണ്ട്, സമ്മതിച്ചു. എന്തുകൊണ്ടാണ് കലാമണ്ഡലം എന്താ സത്യഭാമ സത്യഭാമേ അല്ല, ഞാൻ പറയാം കുറച്ച് ബോധത്തിൽ സംസാരിക്കും ചേച്ചി. എന്താണ് പറയണെന്നുള്ളത്, മറ്റുള്ളവരെ എങ്ങനെ അവരുടെ മനസ്സ് എത്ര വേദനിക്കുന്നുള്ളൂ. അപ്പൊ അവരെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ അപ്പൊ അവരവരെ തെറിയും പറഞ്ഞു ഓരോന്നൊക്കെ പറയും. കുറച്ച് കോമൺ സെൻസിൽ ഇത്രയും കലാമണ്ഡലാണെന്നൊക്കെ പറഞ്ഞ് വലിയ ഡാൻസർ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഡാൻസേഴ്സിനെ ആള് കുറ്റം പറയുന്നുണ്ട്. നമ്മുടെ രാമകൃഷ്ണ മാഷിനെ പറ്റി പറഞ്ഞത് കേട്ടില്ലേ? കലാംചേട്ടന്റെ അനിയനെ പറ്റിയിട്ട്. ഇവർക്കൊക്കെ എന്ത് ആ സ്ത്രീക്ക് എന്തോ യോഗ്യത ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട്. കലാമണ്ഡലം എന്ന് ഫ്രണ്ടിൽ പേര് വെച്ച ഞാൻ നന്ദന കലാമണ്ഡലം എന്ന് ഫ്രണ്ടിൽ പേര് വെച്ചാൽ കലാമണ്ഡലാവോ? ബോധവും വിവരമുള്ള ആൾക്കാരോട് ഇതൊക്കെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. അതില്ലാതെ ഇവരെ പോലെയുള്ള ആൾക്കാരുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് അവരുടെ ഓരോ പോസ്റ്റ് കാണുമ്പോഴും മനസ്സിലാവുന്നുണ്ട്. ബോധവും ഇല്ല, വിവരവും ഇല്ല, ഒരു കോപ്പും ഇല്ല. കലാമണ്ഡലം എന്നുള്ള പേര് മാത്രമുണ്ട്, വേറെ ഒന്നുമില്ല അവർക്ക്. നമസ്തേ. ഈ വീഡിയോ എന്നെ കുറിച്ചിട്ട് ഒരുത്തി പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടു നോക്കണേ. എന്തുകൊണ്ടാണ് എന്റെ സൗന്ദര്യത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു കാര്യം അവള് സമ്മതിച്ചിട്ടുണ്ട്. മുടിയുണ്ടോ? ഇത് വെപ്പുമുടിയാണ്, നിനക്ക് അറിഞ്ഞൂടായിരുന്നു. ഇത് വെപ്പുമുടിയാ. എനിക്ക് അന്നേരേ സംശയം ഉണ്ടായിരുന്നു തള്ളേ അത് വെപ്പുമുടിയാന്നുള്ളത്. നിങ്ങൾ തന്നെ സമ്മതിച്ചല്ലോ വെപ്പുമുടിയാന്നുള്ള കാര്യം. സന്തോഷം. ലോറി കയറി ഇറങ്ങി മോഹത്താണ് എന്റെ. ലോറി കയറി ഇറങ്ങിയ മോന്തയല്ല, ചെരവ അറിയാവോ? ചെരവ അതുപോലെ ഇരിക്കണം മോന്ത. ബിഗ് ബോസിലൊക്കെ കിട്ടിയത് നിന്റെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല കേട്ടാ. ബിഗ് ബോസിൽ സൗന്ദര്യമുള്ളവരാരുണ്ട്? സൗന്ദര്യം ഒന്നും വേണ്ട. അതിനകത്ത് ചെല്ലുന്ന ഏത് പാർട്ടികളാണ്, ഏത് ലെവലിലുള്ള ആൾക്കാരാണെന്നൊക്കെ എനിക്കറിയാം കേട്ടാ. ബിഗ് ബോസിൽ പോകുന്ന പെൺപിള്ളേര് മൊത്തം ആ ടൈപ്പ് ആണെന്നുള്ള വിചാരം വല്ലതും അമ്മച്ചിക്കുണ്ടെങ്കിൽ അത് അമ്മച്ചിയുടെ സ്വഭാവം കാരണം അമ്മച്ചിക്ക് തോന്നുന്നതാ. അതായത് അമ്മച്ചി എങ്ങനെയാണോ നാട്ടുകാരുടെ അടുത്ത് പെരുമാറുന്നത് അങ്ങനെയാണ് നാട്ടിലിരിക്കുന്ന എല്ലാ പെണ്ണുങ്ങളും എന്നുള്ളത് അമ്മച്ചിയുടെ വെറും തോന്നല. അമ്മച്ചിയെ പോലെ അമ്മച്ചിയുടെ കുടുംബമാഹിമ ആയിരിക്കത്തില്ല വഴിയെ പോകുന്ന എല്ലാ പെൺപിള്ളേർക്കും. അതാദ്യം സത്യഭാമ അമ്മച്ചി ഒന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ കുടുംബമാഹിമയല്ല എല്ലാവർക്കും. നീയാണോ വലിയ സുന്ദരി? നീ എന്റെ സൗന്ദര്യത്തിനെ പറയാ. നീ ആരാടി? നിങ്ങൾ ആരും ഐശ്വര്യ റായിയോ? കളവി. 68 വയസ്സിൽ ഞാൻ ഇങ്ങനെ ഇരുന്നാ പോരെ? നീ എന്റെ പ്രായമാവില്ല. അതിനൊന്നും നീ ചുമരില് തൂങ്ങും മാലയിട്ട്. നിങ്ങൾ എന്താ ചുമരിൽ മാലിട്ട് തൂങ്ങാതെയാണ് ഞാൻ ആലോചിക്കുന്നത്. കാലനെ പേടിച്ച് എവിടെയെങ്കിലൊക്കെ ഒളിച്ചിരുന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരെ കുറ്റം പറയില്ലേ? കാലൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് കൊടുക്കുക. അപ്പം മനസ്സിലാവും നിങ്ങൾ മാലയിട്ട് ചുമരിലിരിക്കുമോ അതോ ഇപ്പോഴും ഇതുപോലെ ഇരിക്കുമോ എന്നുള്ളത്. കേട്ടോ എന്നെ ഒന്നും പറയാറായിട്ടില്ല. നിങ്ങളപ്പോൾ കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആകാശം ഇടിഞ്ഞ് വീഴുമോ? അതോ സുനാമി വരുമോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറ്റുമോ? നിങ്ങൾ ആരുവാ? കുറെ നാളായി ക്ഷമിക്കുന്നു. ബാക്കിയുള്ള ആൾക്കാരെ കുറിച്ച് നിങ്ങൾക്ക് പറയാം. നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ തള്ള പോയി കേസ് കൊടുക്കും. എന്ത് നിങ്ങൾക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ? ബാക്കിയുള്ള ആൾക്കാർക്ക് നിങ്ങളെ പറയാൻ പറ്റത്തില്ലേ? 44 വയസ്സുണ്ട്. നിനക്ക് എത്ര വയസ്സായി? നിന്റെ പ്രായത്തിനൊപ്പം നീ കളിക്കും. എന്റെ സ്വന്തം സൗന്ദര്യം ഉണ്ട്. നിനക്ക് അവിടെ സപ്പോർട്ട് ചെയ്യാൻ എന്തൊക്കെ ആമ്പിള്ളേരെ സൗണ്ടൊക്കെ കണ്ടില്ല. സത്യഭാമാന്നൊക്കെ പറഞ്ഞിട്ട് നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ ആള് വേണമായിരുന്നു സംസാരിക്കാൻ. എനിക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. നീ നിനക്കറിയാവോ? നീ എന്താ 2 സെക്കൻഡ് പറഞ്ഞിട്ട് ഓടിക്കളഞ്ഞ് കുറച്ചൊരു 10-20 മിനിറ്റ് ആകുന്ന എന്നെ കുറിച്ച് പറയാത്ത എന്തായിരുന്നു? ഞാൻ സംസാരിക്കണം നീ കേട്ട. എനിക്ക് സംസാരിക്കാൻ അറിയില്ലേ? എനിക്ക് എത്ര സമയം സംസാരിക്കണം ഞാൻ നിന്നെ കുറിച്ചല്ല ഏത് സബ്ജക്റ്റും സത്യഭാമ അസലായിട്ട് സംസാരിക്കണം. നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയാം, നല്ല കൂതറ സംസാരം. വേറൊരു കോപ്പും നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല.
ഇതുപോലെയുള്ള കൂതറ സംസാരം സംസാരിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. അതിനേ പറ്റത്തുള്ളൂ. സ്റ്റേജിൽ കയറി നിന്നിട്ട് എന്താണ് സബ്ജക്റ്റ് എന്ന് എനിക്ക് അറിഞ്ഞാൽ മതി. ഞാൻ വെച്ചനക്കി വിടുന്ന ആളാ കേട്ടാ. അതിന് പ്രത്യേക കോച്ചിങ് ഒന്നും വേണ്ട, സാമാന്യം ബോധം മതി. അത് നീ ആദ്യം പോയി പഠിക്കും. നീ എന്നെ പറയാറായിട്ടില്ല കേട്ടല്ലടി. ഒരുത്തിയെ ഞാൻ കുറെ ദിവസം മുമ്പ് കൊടുത്തു, ഒരു സീരിയൽ നടി. അവൾ ഏതൊക്കെയാ യൂട്യൂബിൽ കിടന്നു തുറന്ന ഒരുത്തി. അപ്പൊ അവള് അടുത്ത ഇന്റർവ്യൂവിൽ എന്നെ കുറിച്ച് പറഞ്ഞെന്താ അറിയോ, അല്ലെങ്കിൽ ആ സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞെന്താ അറിയോ? നമ്മളെ പാരന്റ്സ് പറഞ്ഞിട്ടുണ്ട് എന്ത് പറഞ്ഞാലും മറുപടി പറയണം. കേരളക്കാരെ മൊത്തം എന്റെ കൂടെയാ, എല്ലാ കേരളക്കാരെയും എന്റെ കൂടെയുണ്ട്. അതേത് കേരളക്കാരാ? ഞാനൊന്നും നിങ്ങളെ പഴച്ചുന്നാവിൻ്റെ കൂടെ നിൽക്കത്തൊന്നുമില്ല. എനിക്ക് വേറെ പണിയൊന്നുമില്ല. എന്ന് പോയതള്ളേ. കുറച്ച് വിവരം ബോധമുള്ള ഒരുത്തനും നിങ്ങളുടെ ഒന്നും കൂടെ നിൽക്കത്തില്ല. പിന്നെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അയ്യോ അമ്മച്ചി വലിയ സംഭവമാണെന്നുള്ള ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കരുത് അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടാണെന്നുള്ളത്. നിങ്ങളുടെ കൂതറ സംസാരം വീണ്ടും വീണ്ടും വരുമെന്ന് ബോധമുള്ള ആരെങ്കിലുമൊക്കെ കൂടെ നിൽക്കുന്നതായിരിക്കും. അത്രേ ഉള്ളൂ. അതല്ല നീയൊക്കെ പറഞ്ഞത് ഇട്ടിട്ടാ ഞാൻ ഇത് ഇടണത്. ഞാൻ സംസാരിച്ചത് ഇടുന്നത്, നീ എന്നെ പറഞ്ഞത് കൂടി ഞാൻ ഇടും എന്നിട്ട് ഇടുന്നേ. അപ്പൊ കേരളക്കാരെ അംഗീകരിക്കണമെങ്കിൽ അംഗീകരിച്ചാൽ മതി. എനിക്ക് ഇഷ്ടംപോലെ സപ്പോർട്ട് ഉണ്ട്. നീ എന്റെ ഫോളോവേഴ്സിനെ ഒന്ന് നോക്ക് എത്രയുണ്ടോ. ഞാൻ ഒരു വർഷം പോലും ആയിട്ടില്ല തുടങ്ങിയിട്ട്. മനസ്സിലായില്ല? നീ എന്നെ പറയാറായിട്ടില്ല. ഈ ലോറി കയറി ഇറങ്ങി മോന്തയാണ് നിന്റെ. മനസ്സിലായില്ല? നീ എന്നെ പറയല്ലേ. വവ്വാല് ചപ്പിയ നിന്റെ മുടി, വവ്വാല് ചപ്പിയത് നീ കാണും. നീ വവ്വാലിനെ ആർക്കറിയാം നിനക്ക്? ഇത് വവ്വാല് ചപ്പിയതല്ലേ, ഇതൊക്കെ ഒറിജിനലാ കേട്ടാ. നീ മുടിയുള്ളത് സമ്മതിച്ചിട്ടുണ്ട്, പക്ഷെ നീ സമ്മതിച്ചില്ലെങ്കിൽ എനിക്ക് ഇവിടെ എന്തായാലും നീ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കട്ടാ. ഇനി ഇതിന് മറുപടി ആയിട്ട് നീ വാ. നല്ല ഒന്നാമതായിട്ട് നീ മനസ്സിൽ പോലും വിചാരിക്കാത്ത ഞാൻ പറഞ്ഞിരിക്കും. ചരവ കൊണ്ട് വരഞ്ഞ പോലുള്ള മോന്തയും വെപ്പമുടിയായിട്ട് ഇറങ്ങിയേക്കുവോ അമ്മച്ചി. പിന്നെ ഫോളോവേഴ്സിൻ്റെ കാര്യം, നിങ്ങൾക്ക് എങ്ങാണ്ട് കമൻറ്റ് ഇടണമെങ്കിൽ നിങ്ങളെ ഫോളോ ചെയ്താലേ പറ്റൂ എന്നുള്ള സെറ്റിങ്സ് നിങ്ങൾ അവിടെ ചെയ്ത് വെച്ചിട്ട് കൂടുതൽ അങ്ങോട്ട് ഉണ്ടാകല്ലേ കേട്ടോ. ഹായ്, നമസ്കാരം. നിങ്ങൾ കുറച്ച് പേര് എനിക്ക് കുറച്ച് വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങൾ കേട്ടല്ലോ. കേട്ടില്ലെങ്കിൽ ഞാൻ ഫുള്ളായിട്ട് ഞാൻ ഇതിൽ വെക്കാട്ടോ വീഡിയോ. എന്റെ ശബ്ദം കൂടി ഉണ്ട്, അതിൽ മനസ്സിലാവുന്നില്ല എന്താണ് ക്ലിയർ ആവുന്നുണ്ടാവില്ല നിങ്ങൾക്ക് പറയണത്. ഒരു വ്യക്തിയെ, യാതൊരു മുൻപരിചയമില്ലാത്ത ഒരു വ്യക്തിയെ എടി പോടി എന്ന് വിളിക്കാനും ജാതിയുടെയും നിറത്തിന്റെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ പരസ്യമായിട്ട് അപമാനിക്കുന്ന, ഉള്ളില് കാളകൂടം വിഷം നിറച്ച് എല്ലാ വീഡിയോസിലും തുപ്പുന്ന നിങ്ങളെ എന്തായാലും ഞാൻ ഇനി ടീച്ചറെ എന്ന് വിളിക്കാൻ പോകുന്നില്ല. ടീച്ചറെ എന്ന് വിളിക്കാനുള്ള യാതൊരു യോഗ്യതയും നിങ്ങൾക്ക് എന്തായാലും ഇല്ല. അല്ലെങ്കിൽ തന്നെ ഈ തള്ള ഇപ്പം ആരും ടീച്ചറെ എന്ന് വിളിക്കുന്നില്ല, അതുകൊണ്ട് വിളിക്കണ്ട. അതിനുള്ള ബഹുമാനമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള ക്യാരക്ടറൊന്നും ഈ തള്ളക്കില്ല. വിളിക്കാനുള്ള യാതൊരു യോഗ്യതയും നിങ്ങൾക്ക് എന്തായാലും ഇല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് വെപ്പുമുടി സത്യഭാമ എന്നാണ്. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ ചേർന്ന പേരേ. ഞാനിപ്പോ സത്യഭാമ എന്ന് വിളിക്കണുണ്ടായിട്ട് നിങ്ങൾ എല്ലാവരും വിചാരിക്കും എന്താ പ്രായത്തിന് ബഹുമാനിക്കാത്ത നന്ദനെ. 68 വയസ്സായ ഒരു സ്ത്രീയല്ലേ. ശരിയാണ്, പ്രായത്തിന് ബഹുമാനിക്കണം. അത് മനുഷ്യർക്ക് പ്രായമാകുമ്പോഴല്ലേ ബഹുമാനിക്കേണ്ട ആവശ്യമുള്ളൂ. കഴുതകൾക്ക് പ്രായമാകുമ്പോൾ നമ്മൾ ബഹുമാനിക്കാറില്ലല്ലോ. കഴുതകൾ തന്നെയാണല്ലോ. അപ്പൊ ചെറുതായാലും വലുതായാലും കഴുത തന്നെയാണ്. ഇപ്പൊ വജ്യം കഴുത, സോറി അമ്മച്ചി, തള്ള എന്തെല്ലൊക്കെ പറഞ്ഞോണ്ട് പൊള്ളുമല്ലോ തള്ളക്ക് ഇതൊക്കെ. പിന്നെ നമ്മുടെ ആളുടെ ഒരു വോയിസ് ഉണ്ട്, അതെല്ലാരും ഒന്ന് കേൾക്കണേ. ഞാൻ കേൾപ്പിച്ചു കേട്ടാ. നിനക്ക് ബിഗ് ബോസിലൊക്കെ കിട്ടിയത് നിന്റെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല. ബിഗ് ബോസിൽ സൗന്ദര്യമുള്ളവർ ആരുണ്ട്? സൗന്ദര്യം ഒന്നും വേണ്ട. അതിനകത്ത് ചെല്ലുന്ന ഏത് പാർട്ടികളാണ്, ഏത് ലെവലിലുള്ള ആൾക്കാരാണെന്നൊക്കെ എനിക്കറിയാം. എന്തുകൊണ്ടാണ് ഈ സത്യഭാമ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ബിഗ് ബോസിൽ കയറുന്നത് ഏത് ലെവലാണ്, ഏത് പാർട്ടികളാണെന്നൊക്കെ അറിയാമെന്ന്. ഞങ്ങൾ ബിഗ് ബോസിൽ കയറി സീസൺ 7 വരെയുള്ള പെൺകുട്ടികൾ എങ്ങനെയാണ് കയറിയതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഓഡീഷൻ കഴിഞ്ഞ് നല്ല അന്തസ്സായിട്ട് കയറിയതാ. ഇപ്പൊ എന്താ പറയാ, വെപ്പൂടി സത്യഭാമ കലാമണ്ഡലത്തിൽ കയറിയത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ചിലപ്പോ ഇപ്പൊ പറഞ്ഞല്ലോ ഏത് ലെവൽ ഏത് പാർട്ടി വരെയൊക്കെയാണെന്നുള്ളത്. ചിലപ്പോ ആ രീതിക്ക് കയറിയതാണെങ്കിലോ. നിങ്ങളെ പോലെ തരം താഴ്ന്ന രീതിയിലാണ് എല്ലാവരും എല്ലാ പ്ലാറ്റ്ഫോമിലും കയറുന്നത്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങളെ പോലെ തരം താഴാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റൂ. അതാണ് നിങ്ങളുടെ സ്വഭാവം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മാത്രമേ കാണൂ അമ്മച്ചി, നാട്ടുകാർ കാണത്തില്ല. ഈ 68ാമത്തെ വയസ്സില് മുഖത്ത് പൊട്ടിയിട്ട് നാട്ടുകാരെ തെറിയും കേട്ട് ചീഞ്ഞളിഞ്ഞ് പൊഴുത്തും ജീവിക്കണായിട്ട് നല്ലത് ഞാൻ നേരത്തെ കാലത്ത് പോണത് തന്നെയാണ് കേട്ടോ. എനിക്കറിയുന്ന കലാമണ്ഡലത്തിലെ ടീച്ചർമാരൊക്കെ നല്ല സംസ്കാരമുള്ള ടീച്ചർമാരാണ് കേട്ടോ. ഇത് ഏത് കലാമണ്ഡലാണാവോ അല്ലേ? അത് പറഞ്ഞപ്പോൾ വ്യാജ ഡോക്ടർ, വ്യാജ വക്കീൽ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. വ്യാജ കലാമണ്ഡലിൽ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. ഇപ്പൊ പൈസ കൊടുത്തിട്ടോ, നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ആ രീതിയിൽ, ആ മറ്റേ രീതിയിൽ കലാമണ്ഡലം കിട്ടിയ സത്യഭാമ, സത്യഭാമയല്ല വെപ്പുമുടി സത്യഭാമേ,
അത് ഈ ആൾക്കാരെ അധിക്ഷേപിച്ചുകൊണ്ടൊന്നും ഈ 68 വയസ്സിൽ ഇരിക്കാൻ പറ്റില്ലേ? നിങ്ങക്ക് എന്തിന്റെ സൂക്കേടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ചെറിയ പിള്ളേരെ കാണുമ്പോൾ മാത്രം നിങ്ങൾക്ക് ഒരു പ്രത്യേക സൂക്കേടുണ്ടല്ലോ, അത് വല്ലാത്തൊരു സൂക്കേടാണ് കേട്ടോ. അല്ല രാമായണം വായിച്ചിരിക്കേണ്ട സമയത്താണ് ഇങ്ങനെ ഈ 68 വയസ്സിൽ കാണാന്ന് പറയണ്ടേ? രാമായണം വായിച്ചിരിക്കും ഇപ്പൊ ഞാനൊരു പോയിന്റ് വിട്ടുപോയിട്ട് നിങ്ങളോട് പറയാനായിട്ട്, കേരളക്കാരെ മൊത്തം നമ്മുടെ ടീച്ചറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സംബന്ധിച്ച് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല. രാമായണത്തിനെ കൂടെ പറയിക്കില്ലേ പ്ലീസ്, രാമായണം തുടരുത്. ഞാനും ആദ്യം പറഞ്ഞിരുന്നത് വല്ല രാമായണമൊക്കെ പോയിരുന്ന് വായിക്കണം എന്നാണ്. ഇവർ രാമായണം വായിച്ചാലൊന്നും ഇവരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും പോകത്തില്ല, അത് കൂടത്തേ ഉള്ളൂ. എന്തിനാ വെറുതെ അതിനെ കൂടെ ദുഷ്പേര് കേൾപ്പിക്കുന്നത് രാമായണത്തിന് കൂടെ. ശരി എന്നാ.